ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വിഭവം എന്ന് പറഞ്ഞാൽ ചെറിയ പൊട്ടാറ്റോ വെച്ചിട്ട് ദം ആലു ഗ്രേവി കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചധികം ഇൻഗ്രീഡിയൻസ് വേണം ഇതിന്. അതുകൊണ്ട് തന്നെ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം. ആദ്യം നമുക്ക് പൊട്ടാറ്റോ ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിലിട്ട് നന്നായി കഴുകി എടുത്തിട്ട് വേണം കുക്കറിലിടാൻ. കുക്കറിലിട്ട് ഒരു വിസിൽ കേൾക്കുന്നവരെയും നമുക്ക് വേവിച്ചെടുക്കാം. നല്ല ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിക്കാം. ഒരു വിസിൽ വന്ന ശേഷം ഞാനൊന്ന് തുറന്നു നോക്കി, എയറെല്ലാം കളഞ്ഞിട്ട് അതിനുശേഷം പൊട്ടറ്റോയുടെ തോലെല്ലാം പൊളിച്ചെടുത്തു. ശേഷം നമ്മൾ ഇതുപോലെ ഫോർക്ക് വെച്ച് ഒന്ന് പതുക്കെ കുത്തി കൊടുക്കാം. കുറച്ച് വേവ് ബാക്കി നിൽക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ അകത്ത് കുറച്ച് വേവ് ബാക്കി നിൽക്കുന്നുണ്ട്. കുക്കറിലിട്ട് വേവിച്ചപ്പോൾ ഒരു വിസിലിനല്ലേ നമ്മൾ എടുത്തത്. എല്ലാം നല്ല പോലെ ഒന്ന് കുത്തി കൊടുത്ത് മാറ്റി വയ്ക്കാം. മറ്റൊരു തവ എടുത്ത് തവ നല്ലപോലെ ചൂടാക്കിയ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്താണെങ്കിലും കുഴപ്പമില്ല. ഇത്തരം കറികൾക്ക് സൺഫ്ലവർ ഓയിലാണ് ഉത്തമം. അതുകൊണ്ടാണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ തോല് കളഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഇട്ട് ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ബ്രൗൺ കളറാക്കുന്നത് വരെ റോസ്റ്റ് ചെയ്ത പോലെ എടുക്കാം. അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. സെയിം കടായിൽ തന്നെ നമുക്ക് മസാല തയ്യാറാക്കാം. കടായി ഒന്ന് തുടച്ച് എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കടുകെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മസാല തയ്യാറാക്കാനായിട്ട്. എണ്ണ നല്ല പോലെ ചൂടായ ശേഷം നമുക്കിതിലേക്ക് ബേ ലീഫും 3 കറിയാമ്പ്, 1 പട്ട, 1 ഏലക്ക ഇതെല്ലാം ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കുക. 6-8 പച്ചമുളക് ചതച്ചത് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് കായം 1 പിഞ്ച് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. 1 ടീസ്പൂണോളം കടലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. അടുപ്പ് തീ കുറച്ച് വെക്കണേ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, പട്ടയുടെ മസാലപ്പൊടി ഉണ്ടല്ലോ, പട്ടയുടെ പൊടിച്ച പൊടി കിട്ടും, അതൊരു 1/4 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, പെരും ജീരകപ്പൊടി 1/4 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. തീ കുറച്ച് വെക്കണേ. നല്ല പോലെ മസാലക്കുത്ത് മണം മാറിക്കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 തക്കാളി ചെറിയ സ്ലൈസായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങൾ ചോപ്പ് ചെയ്ത പോലെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കശുവണ്ടി 8 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്, അത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് എല്ലാം കൂടി നന്നായിട്ട് തക്കാളി ഉടഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കാം. കണ്ടോ, നല്ല പോലെ തക്കാളി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 4 ടേബിൾ സ്പൂണോളം തൈര്, നല്ല കട്ട തൈരാണ്, പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഇത് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്യുക. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എണ്ണ തെളിയുന്നത് വരെ നന്നായി വഴറ്റാം. എണ്ണ തെളിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. മിക്സ് ചെയ്ത് ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് കസൂരി മേത്തി 1-2 ടേബിൾ സ്പൂൺ എടുത്ത് കസൂരി മേത്തി എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം.
ഉരുളക്കിഴങ്ങ് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി നമുക്കൊരു 5 മിനിറ്റോളം ഇതൊന്ന് ചെറു തീയിലിട്ട് വേവിച്ചെടുക്കാം. പൊട്ടറ്റോയ്ക്ക് കുറച്ച് വേവ് ബാക്കി നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് പൊട്ടറ്റോ വെന്തോന്നൊന്ന് നോക്കാം. ഇതുപോലെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കുക. ആ സ്റ്റിക്കിൽ പിടിച്ചിട്ടില്ല, അപ്പോൾ അതിനർത്ഥം പൊട്ടറ്റോ വെന്ത് കിട്ടിയിട്ടുണ്ട്. രണ്ട് മിനിറ്റ് കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചെറു തീയിൽ വേവിച്ച ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അടുപ്പ് ഓഫ് ചെയ്ത് മല്ലിയില ചേർത്ത് കൊടുക്കാം. അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് പാത്രത്തിന് ചൂടുള്ളത് കൊണ്ടാണ് ചെറിയ തിള വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം ക്രീം ചേർത്ത് കൊടുക്കണം. കുക്കിംഗ് ക്രീം, ഞാനിവിടെ കുക്കിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 2 ടേബിൾ സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വയ്ക്കാം. കണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ട് നാനും ചപ്പാത്തിക്കൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിക്കോളൂ. അപ്പോൾ സംശയം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും വളരെ സ്നേഹത്തോടെ സഹകരണത്തോടെ നമ്മുടെ ചാനലിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. നമ്മുടെ ചാനലിൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നന്ദി.